അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ജഗ്മന്ദിർ പാലസ്, ഇനി അത് സിറ്റി പാലസ്. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ബോട്ടിൽ ഇങ്ങോട്ട് വന്നത്. ഹലോ, ഈ സ്ഥലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോൾ ഇരിക്കുന്നത് ഉദയ്പൂരിലാണ്. അതെ, സിറ്റി ഓഫ് ലേക്സ്. എൻ്റെ ഒരു ഡ്രീം പ്ലേസ് ആണിത്. എത്രയോ കാലം മുമ്പ് തൊട്ട് തന്നെ വരണം എന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമായിരുന്നു ഇത്. അതിന് കുറേ കാരണങ്ങളുണ്ട്. സംഗീതവുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണത്. മീര ഭജൻസ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. കർണാട്ടിക് സിംഗേഴ്സും ഒരുപാട് കച്ചേരികളിൽ മീര ഭജൻസ് പാടാറുണ്ട്. അതെ, ഭക്തമീരയുടെ ജന്മനാടാണ് മേവാഡ്. ഉദയ്പൂരിലെ രാജാവായിരുന്ന ഭോജരാജിന്റെ പത്നിയായിരുന്നു ഭക്തമീര. അപ്പോൾ ഭക്തമീര ജീവിച്ച ഈ പവിത്രമായിട്ടുള്ള സ്ഥലം, അത് മാത്രമല്ല നമ്മൾ ഉദയ്പൂർ അല്ലെങ്കിൽ രാജസ്ഥാൻ മൊത്തം സ്വാതന്ത്ര്യത്തിന് മുമ്പ് മേവാഡ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ഒരുപാട് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഒരുപാട് ഓർമ്മകൾ എനിക്ക് വരുന്നു. അതെന്താന്ന് പറഞ്ഞാൽ, എൻ്റെ ചെറുപ്പകാലത്ത് ഏകദേശം 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ അമർചിത്രകഥ വരുത്തുമായിരുന്നു. അമർചിത്രകഥ എങ്ങനെയാന്ന് പറഞ്ഞാൽ, എല്ലാ മാസവും വീട്ടിൽ വരും. അതില് കഥകള്, ചിത്രങ്ങൾ സഹിതം കഥകള്, നമ്മൾ ഈ സിനിമയിലൊക്കെ ഡയലോഗ്സ് ഇങ്ങനെ പറയുന്നത് കേൾക്കുന്ന പോലെ തന്നെ ചിത്രങ്ങൾ സഹിതം കഥ ഇങ്ങനെ അതിൽ പ്രിന്റ് ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ ഓരോ മാസവും വരുന്ന ആ ബുക്കിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അത് മിക്കവാറും എല്ലാം തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, ഭാരതത്തിന്റെ പുരാണങ്ങൾ ഒക്കെ കഥകളായിട്ട് വരുന്ന പുസ്തകങ്ങളായിരുന്നു. അതിൽ ഒരുപാട് കഥകൾ, എസ്പെഷ്യലി ഈ ചിത്രങ്ങൾ നമ്മൾ കാണുന്നത് കൊണ്ട് സിനിമയിലുള്ള ഓരോ ക്യാരക്ടേഴ്സ് പോലെ അതിലെ ഓരോ ക്യാരക്ടേഴ്സിനെ നമ്മൾ മനസ്സിലോർത്ത് ആ ഒരു സ്ഥലങ്ങളുടെ ആ ഒരു ചിത്രങ്ങൾ പോലും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വായിച്ച ചില കഥകള് ഈ മേവാഡ് രാജകുടുംബത്തിന്റെയും രാജവംശത്തിന്റെയും കഥകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് എൻ്റെ മനസ്സിൽ എന്നും സ്ട്രൈക്കായിട്ട് നിന്ന ചില ക്യാരക്ടേഴ്സ് ആണ് മഹാറാണ പ്രതാപ്, റാണി പത്മിനി, പൃഥ്വിരാജ് ചൗഹാൻ, അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ്. അപ്പൊ ഇവിടെ ഉദയ്പൂർ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ആദ്യം കേൾക്കുന്നത് എന്താണ്? ഉദയ്പൂർ മഹാറാണ പ്രതാപ് എയർപോർട്ട്, അവിടെയാണ് നമ്മൾ വന്നിറങ്ങിയത്. ഒരു എയർപോർട്ട് തന്നെ വീരയോദ്ധാവായ മഹാറാണ പ്രതാപിന്റെ പേരിലാണ്. അതേപോലെ തന്നെയാണല്ലോ മുംബൈയിലും ഛത്രപതി ശിവജിയുടെ പേരിലാണ്. അപ്പൊ ഇവിടെ വന്നിറങ്ങിയപ്പം എനിക്ക് എന്തെന്നില്ലാത്ത ഒരു അഭിമാനം തോന്നി. മഹാറാണ പ്രതാപും അദ്ദേഹത്തിന്റെ കുതിരയായ ചേതക്, ഈ കഥകളൊക്കെ ഞാൻ അമർചിത്രകഥയിൽ വായിച്ച ഓർമ്മയൊക്കെ എനിക്ക് വന്നു. ഒരുപാട് യുദ്ധങ്ങൾ, അതായത് മുഗളന്മാരുമായിട്ട് യുദ്ധം ചെയ്ത് നമ്മുടെ അഭിമാനം കാത്ത ഒരു മഹാരാജാവായിരുന്നു മഹാറാണ പ്രതാപ്. അതുപോലെയുള്ള ഒരുപാട് വീരയോദ്ധാക്കൾക്ക് ജന്മം കൊടുത്ത രജപുത്ര വംശജരായ ഒരു ജനതയുടെ നാടാണിത്. അപ്പൊ അങ്ങനെ ഒരു നാട്ടിൽ ഇപ്പോൾ വരാനും ഇവിടുത്തെ സംഭവങ്ങളൊക്കെ അറിയാനും സാധിച്ചത് വളരെ വലിയൊരു ഭാഗ്യമായി കരുതുന്നു. ഇന്നിപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഉദയ്പൂരിലാണ്. ഉദയ്പൂരിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അതോടൊപ്പം ഇനി വരുന്ന എപ്പിസോഡുകളിൽ രാജസ്ഥാനിലെ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കാണുകയും അറിയുകയും ചെയ്യാം. ഇതോടൊപ്പം തന്നെ പണ്ടത്തെ അമർചിത്രകഥയിൽ തന്നെ വായിച്ച റാണി പത്മിനിയുടെ കഥ, അതും ഒരിക്കലും മറക്കില്ല. സ്വന്തം അഭിമാനം രക്ഷിക്കുവാൻ വേണ്ടി, മുഗളന്മാരിൽ നിന്ന് രക്ഷ നേടി അഭിമാനം രക്ഷിക്കുവാൻ വേണ്ടി അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. ആ ഒരു നാട്ടിൽ, വീരയോദ്ധാക്കളുടെ നാട്ടിൽ വരാൻ സാധിച്ചത് തന്നെ വലിയ ഭാഗ്യമായി കരുതുന്നു. വരും എപ്പിസോഡിൽ നമുക്ക് ചിത്തോഡ്ഗഡ് പാലസും ഒക്കെ കാണാം. ഞങ്ങളുടെ അടുത്ത ട്രിപ്പാണ് ഉദയ്പൂർക്കാണ് പോകുന്നത്. ഇതും ഒരു മ്യൂസിക് ട്രിപ്പായിട്ട് തന്നെയാണ് പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കർണാട്ടിക് സിംഗറായിട്ടുള്ള ഞാൻ എങ്ങനെയാണ് ഉദയ്പൂർക്ക് മ്യൂസിക് ട്രിപ്പ് എന്ന് പറയുന്നതെന്നല്ലേ. അത് നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പം ഞങ്ങൾ 3 പേരും ഉണ്ട്. റെഡി ആയില്ലേ? റെഡി. ഓക്കെ ബൈ.
രാവിലെ എഴുന്നേറ്റത് കൊണ്ട് വിശപ്പുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റിലും ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പം ചെറുതായിട്ടൊന്ന് കഴിച്ചിട്ട് പോകാം. Chennai airspace at an altitude of 36,000 feet, which is about 11 kilometers. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഫുഡാണ് കേട്ടോ. വെജിൽ ഇഡ്ഡലി സാമ്പാർ അതല്ലാതെ ഉമ്മ ഉണ്ട് ഒരുപാട്. പിന്നെ യോഗട്ട് ഫ്ലേവേർഡാണ്. ഇത് ഫ്രൂട്ട് യോഗട്ട്. പിന്നെ നമ്മളിൻ്റെ ഒരു ബട്ടർ സാധനമുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്? നല്ലതാണ്. ഉപ്പുമാവ് ഇഡ്ഡലി അല്ലേ? കഴിച്ചോ? സാമ്പാർ. ഗേറ്റ് കണ്ടുപിടിക്കാൻ ഇനി ഭയങ്കര ഹരിതറിയായിപ്പോയി. 44ആണിത്. ഇവിടെ നല്ല എയർപോർട്ട് അല്ലേ? കംപ്ലീറ്റ് റോഡിലും ഹാർഡ് വർക്കാണ്. ഓ വാവ്, നല്ല എയർപോർട്ട് അല്ലേ? ഹായ്, താഴെ നോക്കിയമ്മ. ശരിക്കും സമയമില്ലാണ്ടായിപ്പോയില്ലേ? ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ? മുംബൈ എയർപോർട്ടാണ്, ട്രാൻസിറ്റാണ്. കുറച്ച് തിരക്കായിപ്പോയി. പിന്നെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യാറായി. പക്ഷെ എന്നാലും ഇത്രയും ഭംഗിയുള്ള സ്ഥലം കണ്ടപ്പം ഒന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നി. ഇവിടെ ഒരുപാട് ഈ ടൈപ്പ് ഡോംസ് പഴയ കാലത്തെ കഥകളിൽ പൊളിച്ച് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. ഇവിടുത്തെ ഡോറൊക്കെ നമ്മൾ ചെട്ടിനാട് പോയപ്പം അവിടുത്തെ പാലസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? ഏകദേശം അതുപോലത്തെയാണ്. ബട്ട് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ മഹാരാഷ്ട്രീയൻ സ്റ്റൈലിലുള്ള ഡോംസൊക്കെയാണ്. അവിടെയും ഏകദേശം എല്ലാം ആൻറ്റിക്കായിട്ടുള്ള പഴയ പുരാതനമായിട്ടുള്ള സംഭവങ്ങൾക്കെല്ലാം ഇപ്പോൾ കളിയുടെ ഏത് വർക്കിനും ഒരു യൂണീക്നെസ് ഉണ്ടാവുമല്ലോ. അതുപോലെ വളരെ മനോഹരമായിട്ടുള്ള കൊത്തുപണികളായിട്ടുള്ള ഓരോ ഡോറുകളാണ് ഈ സൈഡിൽ കംപ്ലീറ്റ് വെച്ചിരിക്കുന്നത്. അതുപോലെ ഈ എയർപോർട്ടിൽ എല്ലാ ഭാഗത്തും നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഹോളിൽ പെയിൻറ്റ് ചെയ്തും ആർട്ട് വർക്കായിട്ടും ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ പുറകെ ഒരു ഫ്ലൈറ്റ് ഉണ്ട്, അതിൻ്റെ പുറകെ വേറൊരു ഫ്ലൈറ്റ് ഉണ്ട്.
അതിൻ്റെയും പുറകെ 2 ഫ്ലൈറ്റ് ഉണ്ട്. കണ്ടു. അത് ടേക്ക് ഓഫ് ചെയ്തു. ഇനി ഇവിടെ ഉള്ളതൊക്കെ നോക്ക്, അത്രയുണ്ട് ക്യൂ നോക്ക്. എയർ ഇന്ത്യ കൊള്ളാല്ലേ, 2 ഫ്ലൈറ്റിൽ ഫുഡ് കിട്ടി. ഇതിലെന്താ? സാൻഡ്വിച്ച് അത് ഒരു കപ്പ് കേക്ക്, ഒരു പപ്സ് വെജായിരിക്കും ആവും. വെജാന്ന് എഴുതിയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം അല്ലേ എയർ ഇന്ത്യ. ചോറൊക്കെ വെജ് പപ്സും കപ്പ് കേക്കും ഉണ്ടോ? കൊള്ളാമല്ലേ, 2 ഫ്ലൈറ്റിലും ഫുഡ് തന്നു അല്ലേ? ഇതുപോലെ കയറി കഴിഞ്ഞാല് ഒരു സാധനം തരില്ല. ഇൻഡിഗോയിലോ? എയർ ഇന്ത്യയിലുണ്ടല്ലേ 2 സെക്ടറിലും നമുക്ക് ഭക്ഷണം തന്നു. വെരി ഗുഡ്. നമ്മൾ ഉദയ്പൂർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ലാൻഡ് ഭയങ്കര ലാൻഡിങ് ആയിപ്പോയി. ചാടിയ ലാൻഡ്. അങ്ങനെ മഹാറാണ പ്രതാപ് ഉദയ്പൂർ എയർപോർട്ടിലെത്തി. ഒരു ചെറിയ എയർപോർട്ടാണ്, പക്ഷെ നല്ല ഭംഗിയുള്ളൊരു എയർപോർട്ട്. ഇത് എയർപോർട്ടാണല്ലേ? ഫ്യൂച്ചർ എക്സ്പാൻഷൻ. ഓ, അതാണ് ഇപ്പൊ ചെറിയൊരു എയർപോർട്ടാണ് നമ്മൾ വന്നിറങ്ങുന്നത്. പധാരോ മാരേ ദേശ്. എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ രമേശ് ചേട്ടന് ചായ കുടിക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ചായ പ്യാലി ഇവിടെ കയറിയിരിക്കും. ये क्या है? होटल है. होटल है ये? यहाँ से पूरा ओल्ड सिटी स्टार्ट. ഇതാണ് ഞങ്ങളുടെ ക്യാബ് ഡ്രൈവർ. आपका नाम क्या है? സുരേഷ്. ये भी होटल है? सारे होटल है. എല്ലാ ഹോട്ടലും വളരെ ട്രഡീഷണൽ ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. सिटी में करीबन 750 से 800 होटल है. 750, 750. हाँ, 750 से 800 होटल है. 800 और इसके होटल. ऊपर के रॉयल कैटेगरी भी होटल है. हाँ जो वर्ल्ड के टॉप 20 होटल है उसमें से 3 होटल उदयपुर के. हाँ. ये होटल सब ऐसे बनाया या पहले हवेली था उसको होटल किया उन्होंने? कुछ होटल ऐसी है जो पहले टाइम में पैलेसेस थी, हाँ. अभी होटल में है वो. ओ, हवेली थी पहले है ना? പാലസ് യാ ഹവേലി. ഓ, ഇത് കണ്ടോ? ഇതൊക്കെ എനിക്ക് തോന്നുന്നത് होटलों का स्ट्रक्चर कंस्ट्रक्शन ऐसा है जैसे पहले से टाइप लगेगा. ഓക്കെ. പുരാതനമായിട്ടുള്ള ഹവേലികൾ കുറേ എണ്ണം ഹോട്ടൽസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതല്ലാതെ ഇതേപോലെയുള്ള ബിൽഡിങ്സ് ഇങ്ങനെ പഴയ രീതിയിലും പണി കഴിപ്പിച്ചിട്ടുണ്ടെന്ന്. ആ, നല്ല ഒരു ബിൽഡിംഗ് അല്ലേ? ചെറിയ ഒരു ഗലിയുടെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. ഇപ്പോൾ ഞങ്ങളെ കാറിൽ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഇറക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗലിയിൽ കൂടെയാണ് പോകുന്നത്. ഈ ഗലിയുടെ ഉള്ളിലാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ. ഓ, ഈ ജഗദീഷ് മന്ദിർ. ഇതാണ് ജഗദീഷ് ടെമ്പിൾ. पैलेस का गेट है ये. सिर्फ यही रास्ता है उधर जाने के लिए? हाँ, नहीं, बाहर से जाना पड़ता है.
बाहर से वो ये शॉर्टकट लिया आपने गंगोर घाट है हाँ गंगूर घाट വാവ് എന്താ ഭംഗി നമ്മൾ ഇതുവരെ റൂമിൽ എത്തിയിട്ടില്ല ഇപ്പോഴും ഗലിയിൽ കൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത് पैलेस और आप विंटेज कल देख सकते हैं ആ कल आप पैलेस देख लेना उस वाले हाँ जो मैंने हाँ आपको गेट उसके बाद विंटेज कार हाँ वहाँ से आप टाउन में नीचे उतरोगे जहाँ से मैंने आपको पिकअप किया हाँ। आप उधर आ जाना मेरे को कॉल कर देना मैं आपको विंटेज कार दिखा के ओके। मार्केट वगैरह कुछ करना हो तो वो करा ആ के ഓക്കെ ठीक है ठीक है ना ആ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലാണിത് താംല ഹവേലി ഒരു ഗലിയുടെ ഉള്ളിലാണ് ഓൾഡ് സിറ്റിക്കകത്ത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണിത് ഉള്ളിലേക്ക് പോവാണ് ഭിത്തിയിൽ രണ്ട് സൈഡിലും ഇങ്ങനെ കുറേ പെയിൻറ്റിങ്സ് ഉണ്ട് രാജസ്ഥാനി പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്താ അറിയോ രമേശൊന്നു ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയോ എല്ലാത്തിൻ്റെയും ഫേസ് ഒരു സൈഡായിരിക്കും എല്ലാ പെയിൻറ്റിങ്ങും നോക്കിക്കൊള്ളുവാണെങ്കിൽ അതാണ് രാജസ്ഥാനി പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത കൊള്ളാമോ റൂം എങ്ങനെയുണ്ട് നല്ല റൂമല്ലേ നല്ല വ്യൂ ആണ് ഇവിടെ നിന്നല്ലേ തുറന്നേ അത് തുറക്കൂ അല്ലേ അത് ഘാട്ടല്ലേ ഗംഗൂർ ഘാട്ട് കുറെ ഘാട്ടുണ്ട് അവിടെ നടുക്കൊക്കെ പോകാൻ പറ്റിയാൽ നല്ലതായിരുന്നു ഫ്ലൈറ്റ് താഴെ ലാൻഡ് ചെയ്തപ്പം വെൽക്കം ടു മഹാറാണ പ്രതാപ് ഉദയ്പൂർ എയർപോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വീരയോദ്ധാവിൻ്റെ ഒരു പേരിൽ എയർപോർട്ട് അപ്പോൾ ഈ ഉദയ്പൂരിലെ വിശേഷങ്ങളും മറ്റ് കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഓരോ എപ്പിസോഡായിട്ടും നമുക്ക് കാണാം എന്തൊക്കെയാണ് ഈ യാത്രയിൽ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം